ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ നിന്ന് മഞ്ജുഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. ആഗോള അയ്യപ്പ സംഗമത്തെ എതിർക്കുന്ന ബിജെപിയെയും സംഘപരിവാർ സംഘടനകളെയും വെട്ടിലാക്കി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശം. എതിർക്കുന്നവർക്കുള്ള രാഷ്ട്രീയ മറുപടിയായി ദേവസ്വം മന്ത്രി വി എൻ വാസവൻ തന്നെയാണ് യോഗിയുടെ ആശംസാ സന്ദേശം ഉദ്ഘാടന വേദിയിൽ വായിച്ചത്. ആദ്യമായി ബഹുമാനായ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ ഒരു സന്ദേശമാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് അവതരിപ്പിക്കാൻ. ഡിയർ ശ്രീ വി എൻ വാസവൻജി, I am thankful for the invitation of attending Agola Ayyappa Sangamam on 20th September 2025 at Pamba in commemoration of the Platinum Jubilee of the Travancore Devasam Board. Lord Ayyappa is the divine protector of Dharma. Perspective Agola Ayyappa Sangamam assumes much significance. Hope that this conclave would be successful in achieving its objectives. With regards, Yogi Adityanath. ആഗോള അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ച സമയം മുതൽ തന്നെ വിവാദങ്ങളുടെ ഒരു കോലാഹലമായിരുന്നു. നമുക്കറിയാം, പല വിധത്തിലുള്ള എതിർപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നു. ഹൈന്ദവ സംഘടനകളുടെ ഒരു വിശ്വാസം ആർജിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പല സാഹചര്യങ്ങളും ഉരുത്തിരിഞ്ഞു വന്നു. ബിജെപി അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ഈ പറഞ്ഞ വിഷയത്തിൽ വലിയ എതിർപ്പുമായി രംഗത്ത് വരുന്ന കാഴ്ച കണ്ടു. കോൺഗ്രസ് പ്രതിപക്ഷം ശക്തമായ ഭാഷയിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവ് ദേവസ്വം പ്രസിഡന്റ് എത്തിയപ്പോൾ കാണാൻ തയ്യാറാകാത്ത സാഹചര്യം ഉരുത്തിരിഞ്ഞു. ഇതിനൊക്കെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം, വിശ്വാസികളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്ത ഒരു സർക്കാരാണ്, ഒരു ഭരണ സംവിധാനമാണ് ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നുള്ളതാണ്. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ശബരിമലയുമായി ബന്ധപ്പെട്ട കേസുകൾ, ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കാത്ത സർക്കാർ, സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അനുകൂലിച്ച് നൽകിയ സർക്കാർ, അവർ അയ്യപ്പ സംഘം നടത്തുമ്പോൾ അതെങ്ങനെ വിശ്വാസയോഗ്യമാവുന്ന ചോദ്യമാണ് ഇവരൊക്കെ ഉന്നയിച്ചത്. പക്ഷേ ഇന്ന് അതിന് ദേവസ്വം മന്ത്രിയുടെ മറുപടി എന്നുള്ള രീതിയിൽ ഇന്ന് കൃത്യമായി തന്നെ ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ അവതരിപ്പിച്ച് കാണിച്ചത് യോഗി ആദിത്യനാഥ്. നമുക്കറിയാം, രാജ്യത്തെ ബിജെപിയുടെ ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിന്റെ ആശംസാ കത്ത് വായിച്ചുകൊണ്ടാണ്. ആ കത്തിന്റെ പൂർണ്ണ രൂപം മുഴുവൻ ദേവസ്വം മന്ത്രി വായിച്ചു എന്നുള്ളതാണ്. അതിൽ വളരെ കൃത്യമായി പറയുകയാണ്, തനിക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല, പക്ഷേ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് മഹത്തായ ഒരു കാര്യമാണ്, അതിന് എല്ലാ ആശംസകളും നേരുന്നു എന്ന് പറഞ്ഞ് ദേവസ്വം മന്ത്രി തന്നെ ഈ കത്ത് വായിക്കുമ്പോൾ അത് കൃത്യമായ അർത്ഥതലങ്ങൾ ഉള്ളതാണ് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. കാരണം നമുക്കറിയാം, അടുത്ത ദിവസങ്ങളിൽ ബിജെപിയുടെ കാർമ്മികത്വത്തിൽ ഒരു അയ്യപ്പ സംഗമം ബന്ധപ്പെട്ട ഒരു ബദൽ പരിപാടി പന്തളത്ത് നടക്കുന്നുണ്ട്. അത് സംഘപരിവാർ സംഘടനകളും ബിജെപിയും ഒക്കെ ഒരുമിച്ചാണ് ആ പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നറിയാം. അതിൽ 10,000-ലധികം ആളുകളെ പങ്കെടുപ്പിക്കാനുള്ള നീക്കങ്ങളൊക്കെ സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ട്. ഇതിനെതിരെ വലിയ പ്രചരണം നടത്തിയത്, അയ്യപ്പ സംഗമത്തിനെതിരെ വലിയ പ്രചരണം നടത്തിയത് സംഘപരിവാർ സംഘടനകളും ബിജെപിയാണ്. അവരോട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മുഖ്യമന്ത്രിയുടെ കത്ത് ഈ വേദിയിൽ വായിക്കുന്നതിലൂടെ തങ്ങളുടെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് സാർവത്രികമായ ഒരു പിന്തുണയുണ്ട് എന്നും തങ്ങളെ എതിർക്കുന്നവരുടെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ പോലും പിന്തുണയ്ക്കുന്നുണ്ട് എന്ന ശക്തമായ സന്ദേശം കൂടി ദേവസ്വം മന്ത്രി നൽകാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത്. ഏതായാലും നമുക്കറിയാം, ഈ സംഗമത്തിൽ പ്രതീക്ഷിച്ച പോലെയുള്ള ആളുകൾ വന്നില്ല, പ്രതീക്ഷിച്ച സംഘടനകളുടെ ഒരു പങ്കാളിത്തം ഉണ്ടായില്ല. പക്ഷെ അപ്പോഴും NSSന്റെയും SNDPയുടെയും KPMSന്റെയും പ്രധാനപ്പെട്ട നേതാക്കളുടെ സാന്നിധ്യം ഉണ്ടായത് കൂടി ശ്രദ്ധേയമാണ്. പക്ഷെ എങ്കിലും സർക്കാർ പ്രതീക്ഷിച്ചതുപോലെ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രതീക്ഷിച്ചതുപോലെ ഒരു വിജയമായോ എന്ന് ചോദ്യം ചോദിച്ചാൽ അത് നേരിട്ട് കണ്ട ഒരാളെന്ന നിലയ്ക്ക് അത്രയധികം ഒരു പങ്കാളിത്തം അല്ലെങ്കിൽ ഈ ഡെലിഗേറ്റ്സിന്റെ ഒരു സാന്നിധ്യം ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടായിരുന്നില്ല. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതുപോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഭരണഘടനാപരമായി തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാർ, 2 മന്ത്രിമാരെ മാത്രമാണ് പങ്കെടുത്തത്. അതിനിടയിൽ ഒരു മന്ത്രി അല്പം ഒന്ന് തനിക്കൊരു പ്രാധാന്യം നൽകിയില്ല എന്ന് പറഞ്ഞ് ഒന്ന് പിണങ്ങിപ്പോയ മന്ത്രി പിന്നെ തിരിച്ചു വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അത് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, അതായത് അയ്യപ്പന്മാർ ഏറ്റവും കൂടുതൽ ശബരിമലയിലേക്ക് വരുന്ന ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും കർണാടകയിൽ നിന്നുമുള്ള പ്രാതിനിധ്യം, അതായത് നേരിട്ട് ക്ഷണിച്ച ഭരണകർത്താക്കളുടെ നിന്ന് പ്രാതിനിധ്യം ഈ സംഘവുമായി ബന്ധപ്പെട്ട ഉണ്ടായില്ല എന്നുള്ളതാണ്. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അടക്കം ക്ഷണിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായില്ല. പക്ഷെ അപ്പോഴും ഈ യോഗി ആദിത്യനാഥ് ആശംസ അർപ്പിച്ചുകൊണ്ട് നൽകിയ കത്താകും ഇനിയുള്ള ദിവസങ്ങളിൽ ദേവസ്വം ബോർഡ് അടക്കം ഉയർത്തിക്കാട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പമ്പാ തീരത്ത് നിന്ന് രഞ്ജിത് രാമചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്. ആഗോള അയ്യപ്പ സംഗമം ശബരിമലയുടെ വികസനത്തിന് ഗുണം ചെയ്യുമെന്ന് തന്ത്രി ഖണ്ഡരര് മോഹനര്. ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട ഏത് പരിപാടിയിലും സഹകരിക്കും. 22-ന് പന്തളത്തെ പരിപാടിയിലും ക്ഷണമുണ്ട്.
പങ്കെടുക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ലെന്നും തന്ത്രി പറഞ്ഞു. വളരെ ഭംഗിയായിട്ടില്ല നടക്കുന്നത്. ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്രയും ഭംഗിയായിട്ടില്ല. അതെ, ഈ 22-ാം തീയതി പരിപാടി ഉണ്ടല്ലോ പന്തളത്ത്, അതിന് പോകുന്നുണ്ടോ? വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്. ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് പങ്കെടുക്കാൻ നമുക്കിപ്പോ എല്ലാം ഭഗവാന്റെ കാര്യമല്ലേ, എല്ലാവരുടെ ഉദ്ദേശം ഭഗവാൻ അയ്യപ്പനല്ലേ. വനമന്ത്രി AK ശശീന്ദ്രനെ വേദിയിലിരുത്തി SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനം. വനമന്ത്രിയുടെ പല പ്രവർത്തനങ്ങളും കണ്ടാൽ ഈ മന്ത്രിസഭയിലെ മന്ത്രിയാണോ എന്ന് സംശയം തോന്നും. വനവകുപ്പ് സർക്കാരിന്റെ ഭാഗം അല്ലേ എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ വിമർശനം. വനനിയമം പാലിച്ച് ന്യായമായി ലഭ്യമാക്കേണ്ട ഭൂമി അടിയന്തരമായി കേന്ദ്രം ഇടപെട്ട് ലഭ്യമാക്കണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. എന്നും ശബരിമലയിൽ ഈ വനഭൂമിക്കാരുമായിട്ട് തർക്കമാണ്. ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ പെട്ടതാണ് വനവകുപ്പ് മന്ത്രി. ഈ വനവകുപ്പ് മന്ത്രി എവിടെ കിടക്കണോ, ഭരണക്കാർ എവിടെ കിടക്കണോ, ഇത് രണ്ട് ഭരണമാണോ എന്ന് വരെ ഇവിടെ എനിക്ക് സംശയമാണ്. എന്ന് വന്നാൽ ഒരു കുറ്റി വെച്ചാൽ വനക്കാർ എതിർത്തു, അതല്ലെങ്കിൽ ഷെഡ് കെട്ടിയാൽ അത് പൊളിപ്പിച്ചു എന്നെല്ലാം പറഞ്ഞ് എന്നും ഈ വിവാദങ്ങൾ ഈ ഉത്സവ സീസണിൽ വനവുമായി ബന്ധപ്പെട്ടുണ്ടാകാറുണ്ട്. ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ പ്രസംഗിക്കാൻ ക്ഷണിക്കാൻ വൈകിയതിൽ പ്രതിഷേധിച്ച് തമിഴ്നാട് IT മന്ത്രി പളനിവേൽ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ദേവസ്വം ബോർഡ് അംഗം അജികുമാർ അനുനയിപ്പിച്ചാണ് പളനിവേലിനെ മടക്കിക്കൊണ്ടുവന്നത്. ഇത് ദേവസ്വം മന്ത്രി VN വാസവനെ അറിയിച്ച് അടുത്ത പ്രസംഗത്തിനായി പളനിവേലിനെ വിളിക്കുകയായിരുന്നു. വെള്ളാപ്പള്ളി നടേശനെയും സംഗീത് കുമാറിനെയും പ്രസംഗിക്കാൻ വിളിച്ചിട്ടും തന്നെ പ്രസംഗിക്കാൻ വിളിക്കാത്തതാണ് പളനിവേലിനെ പ്രകോപിപ്പിച്ചത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ കപടഭക്തന്റെ രീതിയിലാണ് മുഖ്യമന്ത്രി സംസാരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആചാര ലംഘനത്തിന് കൂട്ടുനിന്ന് പോലീസിന്റെ സഹായത്തോടെ ചെയ്ത ക്രൂരകൃത്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹം നിന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഉള്ള കബളിപ്പിക്കലാണ് നടക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഇന്ന് അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒരു കപടഭക്തന്റെ രീതിയിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിച്ചത്. 2026 തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് നടക്കുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പിണറായി വിജയന് ഒരിക്കലും യോജിക്കാത്ത ഒരു ഭക്തിയുടെ പരിവേഷം അണിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ശബരിമലയിൽ അദ്ദേഹത്തിന്റെ കാലത്ത് ആചാര ലംഘനത്തിന് കൂട്ടുനിന്നുകൊണ്ട് പോലീസിന്റെ സഹായത്തോടു കൂടി ചെയ്ത ക്രൂരകൃത്യങ്ങൾ മറച്ചുപിടിച്ചുകൊണ്ടാണ് ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിൽ അദ്ദേഹം പ്രസംഗിച്ചത്. ഇപ്പൊ ഭക്തിയുടെ പരിവേഷമായി ശ്രീ പിണറായി വിജയൻ മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 9.5 കൊല്ലമായി ശബരിമലയിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ തയ്യാറാകാത്ത സർക്കാർ ഇപ്പൊ മാസ്റ്റർ പ്ലാനും വന്ന് തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം പിൻവലിക്കുമോ? കേസുകൾ പിൻവലിക്കുമോ? എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ മാസ്റ്റർ പ്ലാനുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്? ഇപ്പൊ ഭക്തജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവർക്കറിയാം എന്താണ് ശബരിമലയിൽ പിണറായി ഭരണകൂടം ചെയ്തത് എന്ന്. അയ്യപ്പ ഭക്തന്മാർക്ക്, വിശ്വാസികൾക്ക് നല്ല ഓർമ്മയുണ്ട്. ആഗോള അയ്യപ്പ സംഗമം സർക്കാരിന്റെ കുതന്ത്രമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ക്ഷേത്രത്തോടും വിശ്വാസികളോടുമുള്ള കൂറു പുലർത്താൻ നിരവധി അവസരങ്ങൾ സർക്കാരിൽ ഉണ്ടായിരുന്നു. സുപ്രീം കോടതിയിൽ സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലം പിൻവലിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള രാഷ്ട്രീയ നീക്കമായി കാണുന്നുവെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു. ഇത് സർക്കാരിൻ്റെ ഒരു കുതന്ത്രം മാത്രമാണ്. ഇവിടെ ശബരിമലയോടും ക്ഷേത്രവിശ്വാസത്തോടുമുള്ള കൂറായിരുന്നെങ്കിൽ ഗവൺമെൻറ് അത് പ്രകടിപ്പിക്കാനുള്ള നിരവധി അവസരങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴും സുപ്രീം കോടതിയിൽ സർക്കാർ നൽകിയിട്ടുള്ള സത്യവാങ്മൂലം പിൻവലിച്ചിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള ഒരു രാഷ്ട്രീയ നീക്കം മാത്രമേ ആയിട്ട് ഇതിനെ കാണുന്നുള്ളൂ.